ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ സ്റ്റഡീസിനെ പറ്റി കുറേ അധികം പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഒരു ഡൗട്ടും കൂടി ഒരു കമൻറ്റും കൂടി വന്നപ്പോൾ സ്റ്റഡീസിനെ പറ്റി പറയുമോ, എന്താണ് പഠിക്കുന്നത് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ ഒരു കുറച്ചധികം വീഡിയോസിന് മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിനെ റിലേറ്റ് ചെയ്തിട്ട്. പക്ഷെ അപ്പോൾ അതേ അധികം ആൾക്കാർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഞാൻ ഷോർട്സിലൊക്കെ ഇങ്ങനെ പഠിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ എന്താ പഠിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ഇതൊരു ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാൻ മറക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എവിടെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലാണ്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. ഡിസ്റ്റൻസ് ആയിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ഇഗ്നോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, ഒട്ടുമിക്ക പേരും കേട്ടിട്ടുണ്ടാവും. അവിടെയാണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ ഏത് കോഴ്സാണെന്ന് ചോദിച്ചാൽ ബികോം ജനറലാണ്. ബികോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബികോം ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. തേർഡ് ഇയർ വരെ പോയിരുന്നു. ലാസ്റ്റ് 2 സെം എക്സാം എഴുതിയില്ലാതെ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പഠിക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് സപ്ലിയും കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഒന്നുകൂടെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും കൂടി ഇതിന് ജോയിൻ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ബികോം പഠിക്കുകയാണ്. ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. നോർമൽ റെഗുലറായിട്ട് കോളേജിൽ പോയിട്ട് പഠിച്ചതാണ്. പിന്നെ മോനൊക്കെ ആയപ്പോൾ എനിക്ക് തേർഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഇയർ മുതൽ പഠിക്കാം കേട്ടോ. അപ്പോൾ ബികോം ജനറലാണ് പഠിക്കുന്നത്. പിന്നെ ഇതിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കുക, എങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളെന്നൊക്കെ പറയാം. ഇതിൽ അഡ്മിഷൻ എടുക്കാൻ നമുക്ക് തന്നെ അഡ്മിഷൻ എടുക്കാം. വേണമെങ്കിൽ അക്ഷയ ത്രൂ അഡ്മിഷൻ എടുക്കാം. അല്ലാതെ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ അധികം ആൾക്കാരുണ്ട്. ഇഗ്നോ അലേർട്സ് എന്ന് പറഞ്ഞ ഒരു വഴിയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇതെടുത്തത് നമ്മളുടെ അഡ്മിഷൻ. അപ്പോൾ അഡ്മിഷൻ എടുത്ത അവർ വഴിയാണെന്ന്. ബാക്കി എനിക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പേടിയായതുകൊണ്ട് ഞാൻ അവർ വഴിയാട്ടോ അഡ്മിഷൻ എടുത്തേ. ബാക്കി ഇപ്പോൾ എക്സാം രജിസ്ട്രേഷനും റീ രജിസ്ട്രേഷനും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുവഴി ഞാൻ അഡ്മിഷൻ എടുത്തു. അഡ്മിഷൻ എടുക്കാന്ന് വെച്ചാൽ എൻ്റെ ബികോം ജനറലിന് 1 വർഷത്തേക്ക് 4200 രൂപയാണ് വന്നത്. പിന്നെ അവരുടെ അഡീഷണൽ ചാർജും കൂടി വന്നിരുന്നുണ്ട്. അവർ ചെയ്ത് തരുമ്പോൾ ആ ഒരു ചാർജ് കോളേജിലേക്കായിട്ട് 4200 രൂപയാണ്. വിത്ത് ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ ആ റേറ്റിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇയർ വൈസ് ആണ്. ഇപ്പോൾ ബികോം എന്ന് പറയുന്നത് ഇയർ വൈസ് പ്രോഗ്രാമാണ്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന പോലെ സെം വൈസ് അല്ല, ഇയർ വൈസ് ആണ്. പക്ഷേ എംകോമിലേക്ക് വരുമ്പോൾ അത് സെം വൈസ് ആവും. അതേപോലെ ചില സബ്ജക്റ്റ് മാത്രം നമ്മുടെ സെം വൈസും, ചില സബ്ജക്റ്റ് ചില കോഴ്സ് ഇയർ വൈസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഇയർ വൈസ് പ്രോഗ്രാമാണ്. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ കഴിയാറായി. ഫസ്റ്റ് ഇയറിലെ എക്സാം നടക്കാൻ പോവാണ് ജൂണിൽ. അപ്പോൾ അതാണ് ഇനി വരാൻ പോണത്. ഇപ്പോൾ ഇയർ വൈസ് പ്രോഗ്രാം ആകുമ്പോൾ ഞാൻ കഴിഞ്ഞ ജൂണിലാണ് അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ഈ ജൂണിൽ എനിക്ക് എക്സാം ഉണ്ടാവും. ഇത് 2 ടൈമായിട്ടാണ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നത്, ജാനുവരിയിലും ജൂണിലും. അപ്പോൾ ഇത് 2 സെക്ഷനായിട്ട് ഇവരെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഞാൻ ജൂൺ സെക്ഷനിലാണ് അഡ്മിഷൻ എടുത്തത്. അപ്പോൾ എനിക്ക് ഈ ജൂണിൽ എക്സാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഇയർ പ്രോഗ്രാം ആണെങ്കിലും മാക്സിമം 6 ഇയേഴ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. മിനിമം 3 ഇയറും മാക്സിമം 6 ഇയേഴ്സും അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഒരു റൂള് ഇതിലുണ്ട് ഇഗ്നോയിൽ. അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ ആകുമ്പോൾ 3 ഇയർ തന്നെ കഴിഞ്ഞു എന്നുള്ളൊരു ഇതാണ്. പിന്നെ സപ്ലിയും കാര്യങ്ങളും അങ്ങനെയാണ്. ഇതങ്ങനെയല്ല. നമുക്കിപ്പോൾ എനിക്ക് ജൂണിലാണല്ലോ എക്സാം വരുന്നത്. ഇപ്പോൾ എനിക്ക് ജൂണിലെ എക്സാമിന് ഏതെങ്കിലും സബ്ജക്റ്റിന് സപ്ലി വന്നതിന് ഡിസംബറിലത്തെ, അതായത് സെക്കൻഡ് ഇയറിൻ്റെ എക്സാമിന് മുമ്പേ തന്നെ ഡിസംബറിൽ എക്സാം നടക്കുന്നുണ്ട്. ജൂണിലും ഡിസംബറിലാണ് എക്സാം നടക്കണേ. അപ്പോൾ ഈ ജൂണിൽ എക്സാമിന് സപ്ലി വരികയാണെങ്കിൽ എനിക്ക് ഡിസംബറിലത്തെ ടൈമിലാണ് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ആ ഇയർ കംപ്ലീറ്റ് ആയി. പിന്നെ സെക്കൻഡ് ഇയർ ആണ് വരുന്നത്. സെക്കൻഡ് ഇയറിന് മുമ്പായിട്ട് ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആവും. പിന്നെ ഇതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അസൈൻമെൻറ്റ്സ് ആണ്. അസൈൻമെൻറ്റ്സ് ഞാൻ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ മാർച്ചിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഓരോ സബ്ജക്റ്റിനും അസൈൻമെൻറ്റ്സ് വരുന്നുണ്ട്. അസൈൻമെൻറ്റും ഈ എക്സാമോട് എഴുതിയാലാണ് ആ ഒരു ഇയർ കംപ്ലീറ്റ് ആവുള്ളൂ. അസൈൻമെൻറ്റ്സ് എഴുതിയില്ലെങ്കിൽ ആ ഒരു ഇയർ പാസ്സാവില്ല കേട്ടോ. പിന്നെ അസൈൻമെൻറ്റ്സ് എഴുതിയാൽ മാത്രമാണ് നമുക്ക് എക്സാം എഴുതാൻ പറ്റുമെന്നുള്ളൂ. അപ്പോൾ അതേപോലെ പിന്നെ നമുക്കിപ്പോൾ ഈ എക്സാമിന് അധികം എഴുതുന്നില്ല. എനിക്ക് 8 സബ്ജക്റ്റാണ് ബികോമിൽ വരുന്നത്. അപ്പോൾ 8 സബ്ജക്റ്റിൽ 4 സബ്ജക്റ്റ് എഴുതണുള്ളൂ, അല്ലെങ്കിൽ 2 സബ്ജക്റ്റ് എഴുതണുള്ളൂങ്കിൽ അത് മാത്രം എഴുതിയിട്ട് പിന്നെ നെക്സ്റ്റ് ഡിസംബറിൽ നമുക്കത് ബാക്കി എഴുതാം. അങ്ങനെയാണ്. ഇയർ വൈസ് എന്ന് പറയുമ്പോൾ ഒരു ഇയർ കഴിഞ്ഞിട്ട് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അത്രയും മാത്രമേ ഇതിൽ വ്യത്യാസമുള്ളൂ. നമുക്ക് വേഗം ഇപ്പോൾ കോളേജിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ സെക്കൻഡ് ഇയറിലെ എക്സാം, ഫസ്റ്റ് ഇയറിലെ എക്സാം എല്ലാം കൂടി മിക്സപ്പ് ആയിട്ട് വരും. ഇത് ആ ഒരു പേടിയില്ല. പിന്നെ എന്ന് പറയുന്നത് സെൽഫ് സ്റ്റഡി ആണ്. നമുക്ക് ആരും പഠിപ്പിച്ചു തരാനില്ല, ഒന്നുമില്ല. പിന്നെ സ്റ്റഡി സെൻറ്റർ ആയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാനും കാര്യങ്ങൾ ഡൗട്ട്സ് ചോദിക്കും. ക്ലാസ് ഉണ്ടാവും എന്ന് പറയുന്നത്, പക്ഷേ ക്ലാസ് ഒന്നും കണ്ടക്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ.
പിന്നെ എനിക്ക് സ്റ്റഡി സെൻറ്റർ വരുന്നത് ഇവിടെ ആലുവ അല്ലമീൻ കോളേജാണ്. നമ്മൾ ഇതെടുക്കുമ്പോൾ അഡ്മിഷൻ എടുക്കുമ്പോൾ സ്റ്റഡി സെൻറ്റർ ഏതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബികോം എവിടെയാണുള്ളത് അതിനനുസരിച്ച് സ്റ്റഡി സെൻറ്റർ അതിൽ കാണിക്കും. അപ്പോൾ നമുക്ക് അടുത്തുള്ള സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യാം. സ്റ്റഡി സെൻറ്റർക്ക് അടുത്തുള്ളത് എടുക്കുന്നതാണ് നല്ലത്. കാരണം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനൊക്കെ ലോങ് ആണെങ്കിൽ കുറച്ച് പാടല്ലേ. അപ്പോൾ അടുത്തുള്ളത് എടുക്കുക. എക്സാം സെൻറ്റേഴ്സും അതേപോലെ തന്നെ. ഇപ്പോൾ സ്റ്റഡി സെൻറ്റർ വേറെയാണ്, എക്സാം സെൻറ്ററും നമുക്കിപ്പോൾ വേറെ സ്ഥലത്ത് വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. അങ്ങനെയാണ് ഇഗ്നോയുടെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ സെൽഫ് സ്റ്റഡിയാണ്, സ്വന്തമായിട്ട് പഠിക്കുക. പിന്നെ ഇഗ്നോയിൽ ഒരു പ്രത്യേകതയുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്താൽ തന്നെ എക്സാം പാസ്സായി പോകാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആട്ടോ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു സ്റ്റഡി വ്ലോഗും കൂടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവും വിചാരിക്കുന്നു. പിന്നെ ഇതിനെപ്പറ്റി ഇത്രയൊക്കെയാണ് എനിക്ക് കൂടുതൽ പറയാനായിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഇഗ്നോയുടെ സൈറ്റിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. മാത്രമല്ല ഞാൻ ഇഗ്നോ അലേർട്സിൻ്റെ ഒരു നമ്പറും താഴെ കൊടുത്തേക്കാം. കാരണം അവർ ഭയങ്കര യൂസ്ഫുൾ ആണ്. അവർ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു ഗ്രൂപ്പും കൂടി ക്രിയേറ്റ് ചെയ്തിരുന്ന ആൾ ഭയങ്കര ഇതായിട്ട് നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡീനെ പറ്റി നിങ്ങൾ ചോദിച്ചതിനുള്ള മറുപടി ഇതാണ് കേട്ടോ. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം കുറച്ച് കാര്യങ്ങൾ പറയാവുന്നതുകൊണ്ട് മാത്രമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ചില മക്കളുണ്ടായിട്ടും എക്സാം എഴുതാൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ ഇഗ്നോ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് എക്സാം എഴുതാൻ മാത്രം പുറത്തു പോയാൽ മതി, വേറെ ഒന്നിനും പോകണ്ട. 8 എക്സാമാണ് വരുന്നത്, ഇയർ വൈസുമാണ് വരുന്നത്. സുഖമായിട്ട് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ സാവധാനം ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ് കൊടുത്തേക്കും, ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുക, അതാണല്ലോ. ഇപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഏൺ ചെയ്യാന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചൊക്കെ അറിവ് നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയത് കരുതുന്നു, ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളിയാണ് യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.